തിരുവനന്തപുരത്തെ SCT എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രിയാണ്. നിങ്ങൾക്കറിയാം, ഉള്ളൂരിലാണ് ഈ ആശുപത്രി. ഈ ആശുപത്രിയിൽ 3 മണിക്കൂറോളം നേരം കുഞ്ഞുങ്ങളുടെ പിറവിക്കും ജന്മത്തിനുമൊക്കെ സാക്ഷ്യം വഹിക്കുകയും ഗർഭിണികളായ അമ്മമാരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആശുപത്രിയിൽ 3 മണിക്കൂർ നേരം കറണ്ട് ഇല്ലായിരുന്നു. വൈദ്യുതി നിലച്ചു എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട കാര്യം തന്നെയാണ്. ഈ കാര്യത്തിൽ നമ്മൾ അറിയേണ്ട, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും സ്വകാര്യ പവർ സപ്ലൈ ഉണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന സ്വകാര്യ വൈദ്യുതി വിതരണമുണ്ട്. അവിടെയൊക്കെ ഒരു തവണ പോലും പവർ പോകുന്നില്ല എന്നറിയുമ്പോൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വരുന്നത് നമുക്ക് നാണക്കേടാണ്. സർക്കാർ സ്ഥാപനങ്ങളിലിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ട്. വിവാദങ്ങൾക്കൊരു പഞ്ഞുമില്ല. വിവാദങ്ങൾക്കിടയിൽ പല ആളുകളും അവർ ചെയ്യേണ്ട ജോലി ചെയ്യാതെ മുങ്ങിക്കളയുന്നു എന്ന് സംശയിക്കാനും ന്യായമുണ്ട്. മാത്രമല്ല, ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ പ്രയോറിറ്റികൾ മാറിപ്പോകുന്നു എന്നും സംശയമുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ രാഷ്ട്രീയ വിവാദങ്ങൾ നടന്നാലും ഭരണതലത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ സമയത്ത് തന്നെ നടക്കണം. മറ്റൊന്നുകൂടി എനിക്ക് പറയാനുണ്ട്. ഈ SCT ആശുപത്രിക്ക് വളരെ തൊട്ടടുത്താണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ശരിക്കും ഈ കുട്ടികളുടെ അമ്മമാരുടെ ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ KCB പവറിന് സ്റ്റാൻഡ് ബൈ ആയിട്ട് ജനറേറ്റർ, ആ ജനറേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലൈൻ വേണമെങ്കിൽ തൊട്ടടുത്തുള്ള ഈ SCT ആശുപത്രിയിലേക്ക് വലിക്കാവുന്നതേ ഉള്ളൂ. അത്തരം ഒരു ലൈൻ വലിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. 3ാമത്തെ സ്റ്റാൻഡ് ബൈ ആയിട്ട് മാത്രമേ ജനറേറ്ററെ കാണാവൂ. മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഒരു ജനറേറ്റർ കൊണ്ടുവന്നാൽ അത് അത്രയും വേഗം ഇതിലെ പവർ സപ്ലൈയിലേക്ക്, KCBയുടെ പവർ സപ്ലൈക്ക് പാരലായി ഘടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ താഴെ 180 മിനിറ്റ് പവർ പോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം കൂടി പരിഗണിക്കണം. നമ്മൾ കുറ്റപ്പെടുത്താതെ, ഏകോപനമില്ലായ്മയുണ്ടെങ്കിൽ കർക്കശ നടപടികൾ സ്വീകരിക്കാനായിരിക്കണം മന്ത്രിമാർ തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഞാൻ ചെയ്തു നീ ചെയ്തില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനല്ല. ഇതൊരു പാഠമായിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ ആശുപത്രി ഇരുട്ടിലാക്കാൻ കാരണം വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണെന്ന് ഇതിനകം തന്നെ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ആരോഗ്യവകുപ്പ് ഇപ്പോൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒരുപാട് ആശങ്കയിലാക്കിയ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടായത് തന്നെ 3 മണിക്കൂറുകൾക്ക് ശേഷമാണ്. വല്ലാതെ രോഗികളെയും അവരുടെ സ്റ്റാൻഡ് ബൈ ആളുകളെയും ഒക്കെ തന്നെ ആശങ്കയിലാക്കിയതിന് ശേഷം പവർ വന്നു. അത്യാഹിതമൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ജനറേറ്ററിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷെഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത്. ഷെഫീദ്, യഥാർത്ഥത്തിൽ അവിടുത്തെ പവർ സപ്ലൈയിൽ ശാസ്ത്രീയമായ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം നമുക്കറിയാം, ഈ വലിയ വലിയ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് ഈ ഇൻഡോർ ട്രാൻസ്ഫോമർ വെച്ചാണ്. അതായത് ഈ KCBയുടെ വൈദ്യുതി സപ്ലൈ അത് ഇൻഡോർ ട്രാൻസ്ഫോമറിലേക്ക് വരുന്നു. അവിടെ നിന്നാണ് ഈ കണക്ഷൻ നടക്കുന്നത്. നമ്മൾ ഈ വിദഗ്ധരുമായി സംസാരിച്ചിരുന്നു. വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം, അതായത് തിരുവനന്തപുരം SCT ആശുപത്രിയിലെ ആ സംവിധാനം തകരാറിലായതാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ രൂക്ഷമാകാനുള്ള കാരണം. അങ്ങനെ ഇത് തകരാറിലായത് 2 ദിവസം മുൻപാണ്. അങ്ങനെ തകരാറിലായി. അതിനുശേഷം ഇത് കഴിഞ്ഞ 2 ദിവസവും ഇവിടെ പ്രവർത്തിച്ചത് ആദ്യ ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതേസമയം ഈ ബാക്കപ്പ് ജനറേറ്റർ എന്ന് പറയപ്പെടുന്ന സംവിധാനം അത് പ്രവർത്തിക്കുന്നില്ല എന്ന് മുൻകൂട്ടി കാണാൻ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതേസമയം ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് താൽക്കാലികമായി കൊണ്ടുവന്ന മറ്റൊരു ജനറേറ്ററിലാണ്. ഇതുവരെയും നേരിട്ടുള്ള കണക്ഷൻ, അതായത് ഇൻഡോർ ട്രാൻസ്ഫോമർ വഴിയുള്ള വൈദ്യുതി കണക്ഷൻ ഇതുവരെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഇതുവരെയും ഇവിടെ തുടങ്ങിയിട്ടില്ല. 10 മണിയോടുകൂടി അത് ഉറപ്പാക്കാൻ കഴിയും എന്ന് അതിന്റെ മെയിന്റനൻസ് ചുമതലയുള്ള PWD മെയിന്റനൻസ് വിഭാഗം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ 2 തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ വൈദ്യുതി പ്രതിസന്ധി കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിട്ടും ജനറേറ്ററെ മാത്രം ആശ്രയിച്ചു എന്നുള്ളത് ഒന്നാമത്തെ വീഴ്ച. രണ്ടാമത്തെ വീഴ്ചയാകട്ടെ, ഇക്കാര്യത്തിൽ ഇതൊരു ആശുപത്രിയാണെന്നും ഇത്രയധികം രോഗികൾ ഇൻക്യുബേറ്ററിലും ICUവിലും ലേബർ റൂമിലും ഒക്കെ കഴിയുന്ന വളരെ ഗുരുതര സാഹചര്യമുള്ള സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണെന്നും മുൻകൂട്ടി കാണാനുള്ള ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യക്ഷമത അത് ഈ PWD മെയിന്റനൻസ് വിഭാഗത്തിനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് 3 മണിക്കൂർ സമയം ഇരുട്ടിൽ തിരുവനന്തപുരം SCT ആശുപത്രിക്ക് കഴിയേണ്ടി വന്നതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അവരിൽ പല ആളുകളും ഇന്നലെ വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിച്ചവരാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇപ്പോൾ ഈ അകത്തടക്കം നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ ഇന്നലെ അടക്കം ഇവിടെ കാത്തു നിന്ന ആളുകളായിരുന്നു. ചേച്ചി, ഇന്നലെ ഇച്ചിരി വലിയ കഷ്ടമായി പോയില്ലയോ? ഭയങ്കര കഷ്ടം തന്നെ. പിന്നെ ഒരു കാലത്ത് ഇല്ലാത്ത കാൽമ്പനയാണ് ഇന്നലെ ഒരു ദിവസം. അവർ ലേബർ റൂമിൽ മൊബൈൽ വെച്ചാണ് ടോർച്ച് അടിച്ചു പ്രസവം എടുത്തോണ്ട് തന്നെ ഇരുന്നു. മോള്
സംസാരിക്കാനൊക്കെ പറ്റിയായിരുന്നു, കാരണം ഇന്നലെ ഈ 3 മണിക്കൂറാണ് ഈ മൊത്തത്തിൽ കറണ്ട് പോയത്. ജനങ്ങളെല്ലാം കൊതുക് കടിച്ചും ചൂടെടുത്തും മരിച്ചു. ഓക്കെ മോൾ ഓക്കെ എല്ലാരും അവിടെ കിടന്നവരെല്ലാം ഓക്കെ, അതിനൊരു കുഴപ്പമില്ല. ദൈവം എല്ലാരെയും സംരക്ഷിച്ചു വിട്ട്. വെപ്രാളപ്പെട്ടു പോയില്ലയോ? ആ കറണ്ടില്ലല്ല, കറണ്ടില്ല. പിന്നെ അവിടെ നിന്ന് അലോട്ട്മെന്റ് ചെയ്താണ് നമ്മളിവിടെ കാര്യങ്ങൾ അറിയുന്നത്. അതുപോലും അറിയാൻ നമുക്ക് പറ്റിയില്ല. നമ്മളാണെങ്കിൽ തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ച് മരിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിട്ടതാണ്. ഇതുവരെ മോള് പ്രസവിക്കുകയോ കൊച്ച് പുറത്തെടുക്കുകയോ ചെയ്തിട്ടുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടുകളെല്ലാം വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല ഇരിക്കുന്നിടത്തുനിന്ന്. കാര്യം അവര് ഒരു മെഴീര് വെട്ടം പോലും ഇല്ല. ഇന്നലെ ഇത് ചോദിച്ചപ്പോ നിങ്ങൾ ചോദിച്ചപ്പോ എന്താ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു? ഇവിടെ നിന്ന് ആദ്യം ഇവിടെ നിന്ന് എല്ലാവരും കൂടെ അവിടെ നിന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ അടുത്ത് പോയി പറഞ്ഞു, സാർ ഇതേപോലെ ഇത്ര മണിക്കൂർ കൊണ്ട് കൊച്ചുങ്ങൾക്ക് ഓക്സിജന്റെ അളവൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഈ കറണ്ട് പോയി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോണ്. അപ്പോഴവിടെ നിന്ന് ഒരു പോലീസുകാർ എടുത്ത പറഞ്ഞ് ചോദിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ കറണ്ട് പോയാൽ നീ എന്ത് ചെയ്യുമെന്ന്. നമ്മളെ വീട്ടിൽ നമുക്ക് ICU ഓക്സിജന്റെ അളവ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാണ്ട് നമ്മൾ ഇത്രയും മഴയത്ത് ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമില്ല. സാധാക്കാരാണ് നമ്മൾ സാധാക്കാർ ഇവിടെ വരുമ്പോഴത്തേന് അതിന്റേതായ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേന് എല്ലാവരും കൂടെ അങ്ങ് വയലന്റ് ആയപ്പോഴത്തേന് പിന്നെ അകത്തോട്ട് മീഡിയക്കാർ വന്നപ്പോഴത്തേന് അവർ അകത്തോട്ട് കയറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ എല്ലാ ജില്ലയിൽ നിന്നും വരുന്ന ആൾക്കാർ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് കറണ്ട് പോയാൽ ജനറേറ്റർ ഓട്ടോമാറ്റിക്കലായിട്ട് പ്രവർത്തിക്കണം. 3-4 ജനറേറ്റർ അവിടെ ഇരിപ്പുണ്ട്. ആരോഗ്യവകുപ്പിന് അറിയില്ലേ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പം ലിഫ്റ്റിനകത്ത് കുടുങ്ങിയ ആൾക്കാരുണ്ടാവാം. എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഇന്നലെ അനുഭവിച്ചെന്നറിയാമോ? ഇതാണ്, അതായത് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ വിചിത്രമായ മറുപടികൾ, വീഴ്ച മറയാക്കാൻ തട്ടിക്കയറുകൾ, അങ്ങനെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ഉണ്ടായ വലിയ തരത്തിലുള്ള പിഴവ് ഇന്നലെ 3 മണിക്കൂർ തിരുവനന്തപുരം SAT ആശുപത്രിയിലെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും പ്രയാസപ്പെടുത്തി. അതാണ് അക്കാര്യത്തിലെ യാഥാർത്ഥ്യം. SK. ഓക്കെ, താങ്ക് യു. ഷിവിത് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.